ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലത്തെ കമന്റ് ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഓണത്തിന് ഓർഡർ ചെയ്ത തന്നുവിട്ട ഓണത്തിന്റെ സത്യമായിട്ടോ. എന്തൊക്കെ ഉണ്ടെന്നൊന്നും പൊട്ടിച്ചു നോക്കിയാലോ. ഇതെല്ലാം നമുക്കൊന്ന് എടുത്താലോ. ഇത് പൊട്ടിക്കാൻ വേണ്ടി അനാപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ കൂട്ടം കറികളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പൊട്ടിക്കാൻ ഉമ്മീന്നും പറഞ്ഞുകൊണ്ട് അനാപ്പി ഓരോ കറികളൊക്കെ എടുത്ത് കാണിക്കുവാണ്. അപ്പം മിക്കതിൻ്റെ പേര് ഞങ്ങൾക്ക് അറിയത്തില്ല, എന്നാലും അറിയുന്നതൊക്കെ പറഞ്ഞു തരാം. പിന്നെ ഇത് കുത്തരിച്ചോറായിരുന്നു. അപ്പം ഇതിനകത്ത് കാവർത്തതൊക്കെ ഉണ്ടായിരുന്നു. കാവർത്തതൊക്കെ ആദ്യമേ തന്നെ അച്ചിലും എടുത്ത് കഴിച്ച്. അപ്പം അച്ചില് ഭയങ്കര അലമ്പൊക്കെയായിരുന്നു ഇവിടെ. അന്നൂസാണ് ഇവിടെ പൊട്ടിച്ചതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ്. അപ്പോൾ ഇനി എനിക്ക് ഇങ്ങനെയൊക്കെ പൊട്ടിക്കാൻ തന്നെ എന്നൊക്കെ എന്നോട് പറയുവാണ്. ഒരു ഉമ്മ കൊടുത്തേ, ഉമ്മ കൊടുക്കിനകത്തൊരു ഉമ്മ കൊടുത്തോ, ഉമ്മ കൊടുത്തോ. ഇത് സാമ്പാർ. ഇത് മാങ്ങ അച്ചാർ ചെറുതായിട്ട് കരിഞ്ഞിട്ടത്. പിന്നെ ഇത് മധുരക്കറി ആണോന്ന് മധുര. പിന്നെ ഇത് ഇഞ്ചിക്കറി. ഇത് പച്ചരിയാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ഇത് അച്ചാറാണ്, കർണാടക അച്ചാർ. അവിയൽ, മോര് കാച്ചിയത്. ഇത് പച്ചടിയാണ് തോന്നുന്നു, കറക്റ്റായിട്ട് അറിയത്തില്ല എന്താണെന്ന്. ഇത് തേങ്ങാ ചമ്മന്തി. ഇത് ക്യാബേജ് തോന്നാണ്. അച്ചിലും ഇവിടെ ഇരുന്ന് ചിപ്സും ശർക്കര വരട്ടിയൊക്കെ തിന്നുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അന്നൂസ് ഇരുന്ന് തിന്നുന്നുണ്ട്. അച്ചിലും ഉമ്മയ്ക്ക് തരുമോ? ഉമ്മയ്ക്ക് തരുമോ? ആ ആ ആ അഞ്ജലി ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? സൂപ്പറാന്ന് പറഞ്ഞേ. ഇത് കാളം കാച്ചിയതാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റാണ് ഈ സദ്യേൻ്റെ കൂട്ടത്തിൽ. ഇതില്ലെങ്കിൽ എനിക്കൊരു രസമില്ല തിന്നാൻ വേണ്ടി. ഇത് ഉള്ളത് കാരണം ഞാൻ കൂടുതലും സദ്യയൊക്കെ കഴിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മളെ മോര്, പച്ചമോര്, പിന്നെ പഴം, പപ്പടം. അത് നമ്മൾ വറുക്കണം. അത് കവറിനകത്ത് കട്ടാക്കി പൊതിഞ്ഞ തന്നിരിക്കുന്നത്. ഇത് വറക്കണം. പിന്നെ അടിപൊളി പായസം, വെള്ളപ്പായസം. ഇത് ശർക്കരപ്പായസം. അനാപ്പിയുടെ ഫേവറേറ്റ് പായസങ്ങളാണ് ഈ വെള്ളപ്പായസം. പിന്നെ ഇതൊക്കെ ഉമ്മാക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പായസമൊക്കെ. ഇത് ചോറ്, നല്ല കുത്തരിച്ചോറാണ്. ഇങ്ങനെ കുറക്കുന്നത് കുത്തരിച്ചോറാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഒരു ഇലയിൽ വിളമ്പണം. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 ബോക്സ് ചോറ് കിട്ടിയതാണ്. നെയ്ച്ചോറും ബീഫ് കറിയും. നബിദിനമൊക്കെ അല്ലായിരുന്നു, അപ്പോൾ അതിന് പള്ളിയിൽ പോകണമായിരുന്നു. പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വന്നപ്പോൾ അന്നൂസിന് 2 പൊടിയും നെയ്ച്ചോറ് കിട്ടിയായിരുന്നു. അതിനകത്ത് ഒരു ബോക്സിലത്തെ നെയ്ച്ചോറ് അന്നൂസും അച്ചിലും കൂടെ കഴിച്ച് അതിൻ്റെ ബാക്കിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം 2ഉം കൂടെ ഇത്തവണ ഒരുമിച്ചല്ലേ വന്നത്, നബിദിനവും തിരുവോണവും എല്ലാം കൂടെ. ഇത് ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കടലയും പിന്നെ ശർക്കര വരട്ടിയും എല്ലാം ഉണ്ട്. അപ്പോൾ അതേ അച്ചിലു വായി വെച്ച് കൊടുക്കുവാണ്. അന്നൂസിൻ്റെ വായി വെച്ച് കൊടുക്കുവാണ്. എന്തുണ്ടെങ്കിലും അന്നൂസിനും കൊടുക്കുക. അച്ചിലു അച്ചിലു എന്ത് ചെയ്യുവാണ്? ഇത്തിരി വായി വെച്ച് കൊടുക്കുന്ന ഉമ്മയ്ക്ക് കല്ലയോ?
അച്ഛനും എനിക്ക് കടല തന്നെയാണ്. പിന്നെ ഇത് കൊണ്ടുവന്നത് സേമിയ പായസമാണ്. പൊന്നു നിന്നോ കടല. പിന്നെ ഇത് സേമിയ പായസമാണ് എവിടെ നിന്ന് കൊണ്ടുവന്ന്. അച്ഛനുവാണെങ്കിൽ ഇവിടെ ഭയങ്കര അലമ്പാണ്. അച്ഛനുവിനെല്ലാം വേണം. അച്ഛനു അച്ഛന് ഭയങ്കര കരച്ചിലാണ് ഇവിടെ. എന്ത് വേണോ? പഴോ വേണോ? ഇറ്റൊന്ന് എടുത്തു പഴം. അതാരുത്ത് കരുതുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാം എടുത്ത് വെച്ചപ്പോഴത്തേക്കും മൻസൂറിക്ക വന്ന്. അപ്പോൾ മൻസൂറിക്കാണ് എല്ലാ കറികളൊക്കെ വിളമ്പുന്നത്. അതിൻ്റെ ഇടയിൽ അച്ഛനും ഉണ്ട്. പിന്നെ അന്നൂസ് അടപ്പ് തുറക്കാനും അടക്കാനും ഒക്കെ നിൽപ്പുണ്ട്. അച്ഛനുമാണെങ്കിൽ അലമ്പായിരുന്നു. ആ പെട്ടിവാട്ട് നടപ്പായിരുന്നു അച്ഛനും. അങ്ങനെ മൻസൂറിക്ക എല്ലാം വിളമ്പിയൊക്കെ ചെയ്ത് അങ്ങനെ എല്ലാം വിളമ്പിക്കഴിഞ്ഞ് അങ്ങനെ മൻസൂറിക്കായും അന്നൂസും കഴിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. എനിക്കാണെങ്കിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ അച്ചിലു വീഴുന്ന ഭയങ്കര അലമ്പാണ്. അച്ചിലുവിന് തന്നെ തിന്നണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തിട്ടൊക്കെ കൈയിട്ട് ഇളക്കലാണ്. അപ്പം മൻസൂറിക്കയൊക്കെ തിന്നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇപ്പം അച്ചില് കണ്ടില്ലേ പപ്പടം എല്ലാം പൊടിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. അപ്പം അന്നൂസും തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് സദ്യയൊക്കെ. അങ്ങനെ ഊണൊക്കെ കഴിച്ചതിന് ശേഷം പാലട പായസം പഴവും പപ്പടവും എല്ലാം കൂട്ടി മൻസൂറിക്ക കഴിക്കുവാണ്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റാണ് ഈ പാലട പായസം. ഈ പരിപ്പ് പായസത്തിനെക്കാട്ടി കൂടുതൽ എനിക്കിഷ്ടം ഈ പാലട പായസമാണ്. അപ്പം അടുത്തത് പരിപ്പ് പായസമാണ് കുടിക്കുന്നത്. അതും പഴവും പപ്പടമൊക്കെ ഇട്ടാണ് തിന്നുന്നത്. എനിക്ക് കല്യാണ വീടുകളിൽ പോയാലും ഞാൻ ബിരിയാണി അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. അതിന് പകരം ഈ സദ്യയൊക്കെയാണ് കഴിക്കുന്നത്. അതും ഈ പായസമൊക്കെ ഇങ്ങനെ കുഴച്ച് തിന്നാൻ ഒരു പ്രത്യേക സുഖമല്ലേ, അത് കാരണമാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അന്നൂസിനെ മൻസൂറിക്കയുടെ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ കഴിക്കായിരുന്നു. അന്നൂസാണെങ്കിൽ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ തരുന്നുണ്ട്. അച്ചിലു എൻ്റെ ഇലക്കകത്ത് നല്ല പായസമൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. കറിയൊക്കെ കൂട്ടി തിന്നപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇതിനകത്ത് കൂടുതലും ഈ കാളം കാച്ചിയതാണ് ഒഴിക്കുന്നത്. എനിക്കതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോറൊക്കെ തിന്നതിന് ശേഷം പായസം ഒഴിച്ച് തിന്നുവാണ്. പഴവും പപ്പടവും എല്ലാം കൂട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അന്നൂസിന് പിന്നെ പാലട പായസമൊക്കെയാണ് ഇഷ്ടം. വെളുത്തിരിക്കുന്ന പായസങ്ങളാണ് കൂടുതലും അന്നൂസിന് ഇഷ്ടം. അച്ചിലുമാണെങ്കിൽ 2 തരത്തിലുള്ള പായസം കഴിക്കും. പിന്നെ അത് കഴിച്ചതിന് ശേഷം ഞാൻ പരിപ്പ് പായസം കഴിക്കുകയാണ്. അതും പഴവും പപ്പടമൊക്കെ ഇട്ട് കുഴച്ചാണ് കഴിക്കുന്നത്. അത് നല്ല സൂപ്പർ സാധനമായിരുന്നു. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.